ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി നിഷ അശോകൻ, എൻ്റെ സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവമാണ്. ഇത് രണ്ടാമത്തെ പ്രവേശനോത്സവമാണ്. നമ്മളൊന്ന് നടത്തി കഴിഞ്ഞതാണ്. 1.5 വർഷത്തിന് ശേഷമുള്ള നിങ്ങളുടെ സ്കൂളിലേക്കുള്ള പ്രവേശനം വളരെ വിപുലമായ രീതിയിൽ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ ടീച്ചർ സംസാരിക്കുന്നില്ല, പുറമെ സംസാരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ നിഷ അശോകൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ, ടീച്ചർ പ്രസിഡന്റ്, രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം പുതിയൊരു അധ്യയന വർഷം കൂടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തിലാണെന്ന് അറിയാം. നമുക്കിപ്പം സാമൂഹ്യ അകലം പാലിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഇന്ന് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. വന്നേക്കുന്ന എനിക്ക് അത്യാവശ്യം ഒരിടത്ത് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വൈകിട്ട് ചെയ്യുകയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എച്ച്.എം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ 2 വർഷമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നില്ലയോ? അപ്പം എല്ലാവരും സന്തോഷത്തോടാണ് ഇന്നത്തെ ഈ സ്കൂളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു? ഇല്ല, 2 വർഷമായി കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട്, ഇല്ലയോ? അന്നേരം നമ്മൾ പണ്ട് സ്കൂളിൽ വന്ന പോലെയാണോ ഇന്ന് വന്നേക്കുന്നത്? അല്ല, പുതിയ വേഷവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്കില്ലയോ? പുതിയ മാസ്കും ഒക്കെ. മറ്റേ നമ്മൾ പുതിയ ഡ്രസ്സുകൾ മാത്രമായിട്ട് ആദ്യത്തെ ദിവസം സ്കൂളിൽ വരുന്നത്. ഇപ്പം നമുക്ക് പുതിയൊരു വേഷവും കൂടായി. എല്ലാവരും മാസ്ക് ധരിച്ച് വേണം സ്കൂളിൽ വരാറുണ്ട്. ഇത് നമ്മുടെ ഒരു ഇപ്പം നിങ്ങൾ വീടുകളിലൊക്കെ ഇത്രയും ദിവസം ഇരുന്നപ്പോഴും ഈ മാസ്ക് ഉപയോഗിച്ചായിരുന്നോ? ഇല്ലായിരുന്നു. പക്ഷെ അന്നേരം അത് നമുക്കൊരു ശീലമല്ലായിരുന്നു. അന്നേരം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഇത് വെച്ചുകൊണ്ട് വന്നപ്പോൾ? ശ്വാസമുട്ടലായിട്ടോ? അന്നേരം നമ്മുടെ ഈ ജീവിതത്തിന്റെ ഭാഗമായി മാറുക ഈ മാസ്ക് എന്നുള്ളത്. അന്നേരം നമ്മൾ ഇനി എല്ലാ ദിവസവും ക്ലാസ്സിൽ മാസ്ക് വെച്ചുകൊണ്ട് വേണം വരാൻ. നമ്മുടെ കൂട്ടുകാരോട് കാര്യം പറയുമ്പോഴും വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാം നമ്മൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം, ഇല്ലയോ? റോഡിൽ കൂടെ മാസ്ക് ധരിക്കാതെ പോകാൻ പറ്റുമോ? ആര് പിടിക്കും? അന്നേരം അതിന് നമുക്ക് ഫൈനൊക്കെ അടിക്കും. അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് മാസ്ക് വെക്കണം. എന്തിനാ ഈ മാസ്ക് വെക്കുന്നത്? കൊറോണ എങ്ങനെയാണ് പകരുന്നത്? വായുവിലൂടാണ്, അല്ലേ? നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉമിനീര്, വായിൽ നിന്ന് ഉമിനീര് അന്തരീക്ഷത്തിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഈ കണികകൾക്കകത്തെല്ലാം കൊറോണ വൈറസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൊറോണ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. ഈ കൊറോണ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകത്തില്ല ചിലപ്പോൾ. അന്നേരം നമുക്ക് ആർക്കൊക്കെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കൊക്കെ കൊറോണ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? എങ്ങനെ അറിയുന്നത്? ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ കൊറോണ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും രോഗലക്ഷണങ്ങളില്ല. അതുകൊണ്ട് SMS എന്നൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തോ SMS? SMS. അതെപ്പോഴും ഓർത്തിരിക്കണം. SMS എന്തുവാ? നിങ്ങളുടെ SMS എന്ന് പറഞ്ഞാൽ മൊബൈലിലെ മെസ്സേജ് സഹിക്കില്ലേ? അതാണോ? ആണ്. അന്നേരം ആ ഒരു SMS നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അന്നേരം അത് മനസ്സിൽ വെച്ചേക്കുക. SMS എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ്, മാസ്ക്, സാനിറ്റൈസർ. അതായത് സോഷ്യൽ ഡിസ്റ്റൻസ്. നിങ്ങൾ പണ്ട് ക്ലാസ്സിൽ കൂട്ടുകൂടി നടക്കുന്ന പോലെയാണോ ഇനി നടക്കേണ്ടത്? അല്ല. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നത്? ഒരു ഡിസ്റ്റൻസിൽ വെച്ചാണ്, ഇല്ലേ? ഇതാണ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ഒരകലം, എപ്പോഴും ഒരു കൈ അകലം പാലിക്കുക, കൊറോണ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി. പിന്നെ മാസ്ക് നമ്മൾ പറഞ്ഞല്ലേ, മാസ്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുക. പിന്നെ സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുക പറഞ്ഞാൽ നമ്മളെപ്പോഴൊക്കെ വരുന്നത്? നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ചോറുന്നതിന് മുമ്പ് മാത്രമേ കൈ കഴുകുന്നുള്ളൂ, ഇല്ലയോ? അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുമായിരുന്നു? ഇല്ല. വീടുകളിൽ ഇപ്പോൾ എല്ലാവർക്കും സാനിറ്റൈസർ തന്നു വിട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എല്ലാവരുടെയും കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായിരിക്കും. അങ്ങനെ ആ സാനിറ്റൈസർ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നുവെച്ചാൽ അതൊരു എപ്പോഴും ഒരു ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല, നമ്മുടെ കൈകൾ നമുക്ക് തോന്നുമല്ലോ
അങ്ങനെ കൈ കഴുകണമെന്ന് തോന്നുന്ന സമയത്തെല്ലാം നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ബാത്റൂമിൽ പോയിട്ട്, കാരണം ബാത്റൂമിൽ ഒക്കെ നമ്മൾ പൈപ്പ് തുറക്കും. എന്നിട്ട് അത് ഒരാൾ മാത്രമാണോ പൈപ്പ് തുറക്കുന്നത്? അല്ല, പലരും വന്ന് തുറക്കുന്ന പൈപ്പാണ്. അതുകൊണ്ട് അതിനൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ നമ്മൾ പണ്ടത്തെ കൂട്ട് ഷെയറിങ് പാടില്ല. അതായത് നമ്മൾ കൊണ്ടുവരുന്ന പെൻസിലോ പേനയൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ തന്നെ കൊണ്ടുവരിക. പക്ഷെ മറ്റേ നമ്മൾ കുട്ടികളോട് ഷെയറിങ് മെന്റാലിറ്റി വേണമെന്നായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്, ഇല്ലയോ? നമുക്ക് അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതിന് ഇപ്പോൾ ഒട്ടും ചിലപ്പോൾ ഒരു പേന അടുത്തിരിക്കുന്ന കുട്ടിക്കില്ല, ഇല്ലാതെ വരരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാൽ ഇൻ കേസ് നമ്മൾ മറന്നുപോയി, നമ്മളൊരു പേന കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിക്കുമ്പോൾ ആ പേനായിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, കയ്യിൽ സാനിറ്റൈസ് ചെയ്യുക. കാരണം നമ്മുടെ കൂട്ടുകാരനോ കൊറോണ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കാം കേട്ടോ. അതുകൊണ്ട് അത് ഓർക്കുക. ആ ഒരു അവസരത്തിലൊക്കെയാണ് സാനിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വെള്ളമൊക്കെ പണ്ട് നമ്മൾ വെള്ളം നിങ്ങളിപ്പോൾ കൊച്ചുകുട്ടികൾ മിക്കവാറും വായിക്കകത്തേക്ക് കയറ്റിയ വാട്ടർ ബോട്ടിൽ കുടിക്കുന്നത്, ഇല്ലയോ? പൊക്കി കുടിക്കുമോ? ചിലപ്പോഴൊക്കെ പൊക്കി കുടിക്കും, എന്നാലും മിക്കവാറും വായിക്കകത്തേക്ക്. അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്ന കുപ്പി അങ്ങനെയുള്ളത് ഷെയർ ചെയ്യരുത്, മനസ്സിലായോ? അപ്പം ഈ വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ കൊറോണ ഇല്ലെങ്കിൽ പോലും വീട്ടിലുള്ളവർക്ക് കാണും നമ്മൾ പ്രൈമറി കോണ്ടാക്ട് ആയിരിക്കും. പ്രൈമറി കോണ്ടാക്ട് ആയിട്ട് വരരുതെന്നായിരിക്കും. പക്ഷെ നമ്മൾ അറിയുന്നു വീട്ടിലിരിക്കുന്നവർ പോസിറ്റീവാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അമ്മാവനും അമ്മയും വീട്ടിലുള്ള ഓരോരുത്തരും വെളിയിലേക്ക് പോയി ജോലിക്കൊക്കെ പോകുന്നവരാണ്. അവരൊക്കെ ചിലപ്പോൾ കൊറോണ കൊണ്ടുവന്നിട്ടുണ്ടോ? അവർക്ക് ലക്ഷണമൊന്നും ഇല്ല. അവരൊരു ക്യാരിയർ ആയിരിക്കും, കൊറോണ വൈറസിനെ കൊണ്ടു നടക്കുന്നവരായിരിക്കും. അവരിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളും ക്യാരിയറാണ് എപ്പോഴും വിചാരിക്കുക. നിങ്ങൾ ഓരോരുത്തരും കൊറോണ വൈറസിന്റെ ക്യാരിയറാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം സ്കൂളിൽ വരേണ്ടതും അടുത്ത കൂട്ടുകാരോട് സഹകരിക്കേണ്ടതും എല്ലാം. ഭക്ഷണ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നേരം ഇല്ല, നമ്മൾ പണ്ട് കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നത്. അതിന് ഒരുപാട് സമയം കൊടുക്കാതിരിക്കുക. വെള്ളം കുപ്പി അങ്ങനെയുള്ളത് ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഉടനെ എന്തോ ചെയ്യേണ്ടത്? വീട്ടിൽ ചെന്നാൽ ഉടനെ കുളിക്കണം. കൈ മാത്രം കഴിയാൻ പോരാ. തിരിച്ച് സ്കൂളിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ കുളിക്കുക. നിങ്ങളുടെ ഡ്രസ്സ് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെക്കുക. അത് നിങ്ങൾ അമ്മയോട് പറയണം. സോപ്പ് നിങ്ങളുടെ ഡ്രസ്സ് ഒരു സോപ്പ് പൊടിക്കകത്ത് മുക്കി വെക്കുക, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ കുളിക്കണം. എല്ലാവരും വൈകിട്ട് നിന്ന് കുളിക്കുമോ? ഇന്ന് നിങ്ങൾക്ക് ഉച്ചവരെയുള്ള ക്ലാസ്. നിങ്ങൾ രാവിലെയും കുളിക്കണം. തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും കുളി ഇനി നിർബന്ധമാക്കണം. ഡ്രസ്സ് അന്നേരം തന്നെ കഴുകി ഇടണം കേട്ടോ. അതുപോലെ നിങ്ങൾ ചെന്നാലും വീട്ടിൽ പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. അവരെടുത്ത് ഓടിച്ചത് കെട്ടിപ്പിടിക്കുമോ? ഇല്ല. ഇനി നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരുമായിട്ട് അടുത്തിടപെടുക, ഒരുപാട് അടുത്തിടപെടണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമുക്ക് കൊറോണ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കൊറോണയെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. SMS നടക്കുമോ? എന്തോ SMS-ന്റെ കുറിപ്പൊന്നും സോഷ്യൽ ഡിസ്റ്റൻസ് കേട്ടോ. പിന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് എന്നും മഴയാണല്ലോ, ഇല്ലയോ? നമ്മളിപ്പോൾ സ്കൂളിലേക്ക് വരുന്ന വഴി നടന്നു വരുന്നവർ ഒരുപാട് കുട്ടികളാണ്. നമ്മൾ വരുന്ന വഴിയും തിരിച്ചു പോകുന്ന വഴിയൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി കളിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്, ഇല്ലയോ? എല്ലാവരും ഇല്ലെന്ന് പറയാം. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. നമുക്ക് വെള്ളത്തിൽ കാണാൻ വെള്ളത്തിനകത്ത് വെറുതെ ഒന്ന് കാലിട്ടൊന്ന് തെറിപ്പിച്ച് അടുത്ത കൂട്ടുകാരുടെ ദേഹത്തൊന്ന് തെറിപ്പിക്കുക, അങ്ങനെയൊക്കെ. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്തുണ്ടെന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ ഏത് രോഗമായിരുന്നേ? ആരെങ്കിലും ഒരാൾ വേണം അതിനാ സമ്മാനമുണ്ട്. എന്തോ എലിപ്പനി കേട്ടിട്ടുണ്ടോ? അഴുക്ക് വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന അഴുക്ക് വെള്ളത്തിൽ രോഗമുള്ള എലിയുടെ മൂത്രം ഉണ്ടായാൽ നമുക്ക് എലിപ്പനി വരാം. ഒന്നാമത് നമ്മുടെ കടപ്പുറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രോഗമാണ് എലിപ്പനി. കാരണം നമുക്ക് വെള്ളക്കെട്ട് ഒരുപാടുള്ള സ്ഥലമാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം കയറാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് നമുക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിയും നിങ്ങൾ വീട്ടിലായാലും വീട്ടിൽ ചെന്ന് വൈകിട്ട് കളിക്കുമ്പോഴൊക്കെ അഴുക്ക് വെള്ളത്തിൽ കളിക്കുമോ? ഇല്ല. അഴുക്ക് വെള്ളത്തിൽ കളിക്കുമ്പോൾ നമ്മുടെ കാലേ മൂവ് വേണമെന്നില്ല. ഒന്ന് കുറേ നേരം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്കിന്നെ നമ്മുടെ തൊലിയാണ് കട്ടി കുറയും. അതിനകത്തൂടെ വരെ കുറച്ച് കയറാനുള്ള ശക്തി ഈ എലിപ്പനിയുടെ എന്ത് രോഗമാണ്? ബാക്ടീരിയയുടെ വൈറസാണ്. ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനിയുടെ ഇംഗ്ലീഷ് നാമം. അന്നേരം ഈ ബാക്ടീരിയ കൊണ്ട് എലിപ്പനിയും ഉണ്ടാകാം. പിന്നെ നീ പറഞ്ഞ പോലെ കൊതുകുജന്യ രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ആയാലും ഇപ്പോൾ വീടുകളിൽ ഇരിക്കുമായിരുന്നു ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളം കെട്ടി നിന്ന് അതെല്ലാം കമഴ്ത്തി വെക്കുക. എലിപ്പനി വരാതിരിക്കട്ടെ, കൊറോണ വരാതിരിക്കട്ടെ, ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവർക്കും നന്ദി.
ദിവ്യ ചൊല്ല ചൊല്ല ദിവ്യ ചൊല്ല എന്തുവാടെ താക്കോലെൻ്റെ കയ്യിലായിപ്പോയി. അടുത്തതായി പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി സൂര്യകാന്തിയെ വിളിച്ചു. ഒരു സ്കൂളിൽ കൂടെ ഞാൻ എടുക്കാൻ വരാം. പാലക്കാട് സ്കൂളിൽ നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ പ്രതിജ്ഞയാണ്. ഉറക്കെ പറമളെ. ഞാൻ എല്ലായ്പ്പോഴും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യും. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ അണുവിമുക്തമാക്കും. കൂട്ടം കൂടി നിൽക്കുകയോ സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തുകയോ ചെയ്യില്ല. വീട്ടിലെത്തിയാലുടൻ വസ്ത്രം മാറി കുളിക്കും. കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലുള്ള പ്രായമായവരുടെയോ കിടപ്പിലായവരുടെയോ അടുത്തു പോകൂ. കോവിഡ് ലക്ഷണങ്ങൾ പ്രകടമായ മുറിക്കുള്ളിൽ തന്നെ കഴിയും. എനിക്കോ മറ്റുള്ളവർക്കോ കോവിഡ് രോഗം വരാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ ഞാൻ പിന്തുടരും. പ്രതിരോധ മാർഗങ്ങൾ പിന്തുടരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. സമൂഹത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റും. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു. അത് കണ്ടതിൻ്റെ വാക്സിനേഷൻ ഡേറ്റ് ആയോ? വാക്സിനേഷൻ്റെ ഡേറ്റ് ആയോ? വാക്സിനേഷൻ്റെ പടം എന്നെ ഒന്ന് കാണിച്ചു. മാസ്ക് താഴെയാണ്. എൻ്റെയോ? സൂര്യഗായത്രിയുടെ മാസ്ക് വെച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ താപ്പോട്ട് പോയതാണ്. ഫോട്ടോ എവിടെ പോയി? ആദ്യത്തെ ഭാഗം ഉണ്ടായിരുന്നായിരിക്കും. അറിയത്തില്ല. ഇതിന് താഴെയായിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിരുമ്പോൾ നമ്മൾ പിന്നെ അതും പ്രശ്നമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ് അല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ? എന്നാണ് സ്കൂളിലോട്ട് വന്നത് വളരെ സന്തോഷത്തിലാണല്ലേ? പിന്നെ എല്ലാ ദിവസവും വരാൻ താല്പര്യമാണല്ലോ. നമുക്കിന്ന് വളരെ ഇവിടെ ഉത്സവമൊക്കെ ആഘോഷിച്ച് വളരെ സന്തോഷമായിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ടീച്ചർ വീണ്ടും പറയണോ? വേണ്ട, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലേ? അപ്പോൾ അതിപ്പോൾ ഒരു ആവർത്തനമാണ്. അറിയാമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ എല്ലാ ന്യൂസിലും ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അതൊക്കെ നിങ്ങൾ പാലിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ പ്രതിജ്ഞയുണ്ടല്ലോ, ചെറിയ പ്രതിജ്ഞ, അതുപോലെ നമ്മൾ പാലിക്കണം. എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഈ കോവിഡിനെ ഓടിക്കണം വേണ്ടേ? കൊറോണയെ നമുക്ക് ഓടിക്കണമെങ്കിൽ ഒരാളോ രണ്ടുപേരോ വിചാരിച്ചാൽ പറ്റത്തില്ല. പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് സ്കൂളിൽ വന്ന് പഠിക്കണമെന്ന് വരില്ല,
ഈ ഒരു കാലത്ത് നമ്മൾ പഠിച്ചതുപോലെ, പഴയ കാലങ്ങളിൽ പഠിച്ചതുപോലെ ഈ മാസ്ക് ഒന്നുമില്ലാതെ കൂട്ടുകാരെല്ലാം തോളോട് തോള് ചേർന്ന് അല്ലേ നമുക്കങ്ങനെ വളരെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമുക്ക് വെച്ച് ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകണമെന്ന് വരികിൽ നമുക്ക് ഈ കോവിഡിനെ ഇല്ലാതാക്കണം അല്ലേ. അപ്പം നമുക്ക് കോവിഡിനെ ഇല്ലാതാക്കണമെന്ന് വരികിൽ ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാഴ്ചവെക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണം. അധ്യാപകരും രക്ഷകർത്താക്കളും പറയുന്നത് അതുപോലെ അനുസരിക്കണം. ഇനിയുള്ള കാലം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് കോവിഡ് പിടിപെടും, നമുക്ക് സ്കൂളിൽ വരാൻ പറ്റാതെ വരും, നമുക്ക് പഴയ കാലം തിരിച്ചു കിട്ടാതെ വരും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതിജ്ഞ ചൊല്ലിയതും എല്ലാം ഓർമ്മയുണ്ടല്ലോ, എല്ലാം അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാം. എല്ലാം തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? ആണ്. ഇപ്പോൾ സാറുമാരിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചറ് ഒരു ചെറിയൊരു ഗാനം പാടാം. അപ്പം നിങ്ങൾ അതിൻ്റെ ബാക്കി പാടാം. ഓക്കെ, സമ്മതിച്ചല്ലേ? ഒന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. രണ്ടാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. മൂന്നാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. കൂടെ പാടാൻ. നാലാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. അഞ്ചാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. ആറാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. ഏഴാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. എട്ടാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. ഈ തലകുത്തി ചാടുന്നതിനൊരു ഉന്മേഷമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ച്. ഒൻപതാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. പത്താം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. ഇപ്പൊ നമുക്ക് ചാടണ്ടേ, ചാടി കളിക്കണ്ടേ, ഓടിക്കളിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഈ കൊറോണയെ ഓടിക്കണം കേട്ടോ. അപ്പൊ അതിനെല്ലാവരും തയ്യാറാകുക. എല്ലാവർക്കും ഇനിയുള്ള ഈ സ്കൂൾ വർഷം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുകയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ PTA പ്രസിഡന്റ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.
ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ എച്ച്.എം. ഷീല ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് നവംബർ 1 ഈ ഒരു പ്രവേശനോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ജൂൺ 1 നമ്മൾ എന്നും പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്, ജൂൺ 1. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുന്നത് നമ്മൾ സ്കൂൾ അങ്കണത്തിൽ വന്ന് നമ്മുടെ പ്രവേശനോത്സവം അധ്യയന വർഷം ഇന്ന് നവംബർ 1 തുടങ്ങുകയാണ്, ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ഇവിടെ ഇപ്പം നിങ്ങളോട് സംസാരിച്ച നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു ചെറിയ കുട്ടിയെ എടുത്താൽ പോലും, 1ാം ക്ലാസ്സിൽ പോലും പഠിക്കാത്ത ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും ഇന്നത്തെ ഈ സാഹചര്യം എന്താണെന്ന് അറിയാം. അതുപോലെ ഒരു വലിയ മഹാവ്യാധി, ഒരു മഹാരോഗം നമ്മുടെ ലോകത്തെ ആകമാനം ഇപ്പം കടന്നു പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുവാനായി നമ്മളെ എല്ലാവരെയും സുരക്ഷിതരായി നമ്മുടെ ഭവനങ്ങളിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു ഇന്നലെ വരെ. എന്നും സ്കൂളിൽ വന്ന് വിദ്യ അഭ്യസിച്ചിരുന്ന നമ്മൾ, പഠിച്ചുകൊണ്ടിരുന്ന നമ്മൾ, കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ, കായിക മത്സരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നമ്മൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു റൂമിനുള്ളിൽ ഇരുന്ന് മൊബൈലിലാണ് നമ്മളുടെ വിദ്യ അഭ്യസിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അധ്യാപകർ ഓൺലൈൻ ക്ലാസ്സിൽ എത്തുമ്പം നമ്മൾ മ്യൂട്ട് ഓഫ് ചെയ്യുന്നു, നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുന്നു, അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയുന്നില്ല. നമുക്ക് സംശയങ്ങളുണ്ടോ എന്ന് അധ്യാപകർ അറിയുന്നില്ല. അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുമ്പം നിങ്ങളോട് ചോദിക്കുമ്പം നിങ്ങൾ വീഡിയോയും മ്യൂട്ട് ഓഫ് ചെയ്ത് സ്വസ്ഥമായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി ഒരു വലിയ ആശങ്കയായി ഇവിടുത്തെ ഗവൺമെന്റിന്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷകർത്താക്കളുടെ ഒക്കെ മനസ്സിൽ ഒരു വലിയ ആശങ്കയായിട്ട് നിലനിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നവംബർ 1 എല്ലാ സുരക്ഷകളും നിങ്ങൾക്ക് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളെ ഈ സ്കൂളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഇത്രയും കുട്ടികൾ നമ്മൾ വിചാരിക്കും, ഇത്രയും പേര് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത, ഇവിടെ ഇരുന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. എന്തായിരിക്കണം ആ തീരുമാനം? നമ്മളെ എന്തിനാണ് ഇതുവരെ വീട്ടിലിരുത്തിയത്? നമുക്ക് COVID-19 എന്ന രോഗം വരാതിരിക്കാനായിട്ട് സുരക്ഷ ഒരുക്കിയാണ് നമ്മളെ നമ്മുടെ വീട്ടിലിരുത്തിയത്. അപ്പൊ നമ്മൾ ഇന്ന് അത് വിട്ട് നമ്മളിന്ന് സ്കൂളിലേക്ക് എത്തിയപ്പം ആ ഒരു സുരക്ഷ നമുക്കുണ്ടാവണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു സുരക്ഷ ഉണ്ടാവണം. അതിനിവിടുത്തെ അധ്യാപകര് നിങ്ങളോടൊപ്പം ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നിങ്ങളും കരുതണം. നിയന്ത്രണം. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ COVID-19 നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ആദ്യമേ സാമൂഹ്യ അകലം പാലിക്കണം. കൈ സാനിറ്റൈസർ വെച്ച് കഴുകുക, അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി സുരക്ഷിതമായിരിക്കുക. ഇത് നമ്മളെ തന്നെ സുരക്ഷിതരാക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാരനെയും സുരക്ഷിതരാക്കുകയാണ്, നമ്മുടെ അധ്യാപകരെ നമ്മൾ സുരക്ഷിതരാക്കുകയാണ്. എനിക്കും വരില്ല, എൻ്റെ കൂട്ടുകാരനും വരില്ല, എൻ്റെ അധ്യാപകർക്കും വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇത് കഴിഞ്ഞാൽ നമ്മളൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ, നമ്മുടെ കൂട്ടുകാരന്റെ തോളത്ത് കെട്ടിപ്പിടിക്കാന്, കയ്യിൽ പിടിക്കാന്, ചേർത്ത് പിടിക്കാന് ഒക്കെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ അത് എന്താണ്, നിങ്ങളുടെയും നമ്മുടെ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ സുരക്ഷയെ കരുതി അതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുക. നമ്മൾ എല്ലാവരെയും കരുതുക, നമ്മളെ മാത്രമല്ല എല്ലാവരെയും നമ്മൾ കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂൾ ജീവിതം, നമുക്ക് സ്കൂളിൽ വരാം, നമുക്ക് സ്കൂളിൽ തന്നെ കളിച്ച് പഠിച്ച് വളരാം. നമ്മുടെ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടാകുന്നില്ല. നമ്മുടെ അധ്യാപകര് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. എല്ലാത്തിനും നമുക്ക് അവസരം ഉണ്ടാവുകയാണ്. വീണ്ടും നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടാതിരിക്കാൻ
നിങ്ങൾ ഓരോരുത്തരുമാണ് ശ്രമിക്കേണ്ടത്. അപ്പം നമ്മുടെ ഒരു കൂട്ടായ ഒരു ശ്രമം, അധ്യാപകരുടെ, രക്ഷകർത്താക്കളുടെ, കുഞ്ഞു മക്കളുടെ കൂട്ടായ ഒരു ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിപത്തിനെ നേരിടാൻ പറ്റും. നമ്മൾ എന്നും ഈ സ്കൂളിൽ തന്നെ നമ്മളുടെ പഠനം പൂർത്തിയാക്കും. നല്ലൊരു ഭാവി ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ രക്ഷകർത്താക്കളും സന്തോഷിക്കും. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെയും സന്തോഷം നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഒരു നല്ല ജീവിതം കരുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങൾക്കും ഈ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും PTA പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെ കാലത്തെ സ്കൂൾ അടച്ചിടലിന് ശേഷം നമ്മളെല്ലാം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. നിങ്ങളെ വരവേൽക്കാനായി 2-3 ആഴ്ചക്കാലമായി നമ്മുടെ സ്കൂൾ ഒരുങ്ങുകയാണ് അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ വന്നെത്തുന്നു. എല്ലാവരും സ്കൂളിൽ വരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ദിവസമല്ലായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നവംബർ 1 കേരളപ്പിറവി ദിനം അല്ലേ? ഇപ്പൊ നമ്മുടെ 2ാമത്തെ പ്രവേശനോത്സവമാണെന്ന് എല്ലാവരെയും ഞങ്ങൾ വരവേൽക്കുന്നു. കൂടുതൽ കളിച്ചിരികളോട് നമ്മുടെ സ്കൂൾ സന്തോഷകരമാക്കാം. അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷയോടെ അധ്യാപകരും നിങ്ങളുടെ രക്ഷിതാക്കളും നൽകുന്ന നിർദ്ദേശങ്ങൾ നല്ലവണ്ണം പാലിച്ച് കോവിഡിനെ മാറ്റി നിർത്തി ഇനി എന്നും നമുക്ക് ഒരു പൂക്കാലമാക്കി മാറ്റാം നമ്മുടെ സ്കൂൾ അന്തരീക്ഷം കേട്ടോ. നന്നായി പഠിക്കുക, നന്നായി രസിക്കുക, നന്നായി ആടി തിമിർക്കുക. ഇനി നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളിപ്പോൾ വിളിക്കും. നിങ്ങളുടേതായ കഴിവുള്ള പാട്ടോ നാടൻ പാട്ടോ എന്തെങ്കിലും ചെറിയ ഓരോരോ വിഭവങ്ങൾ ഓരോരുത്തരും വന്നിവിടെ അവതരിപ്പിച്ച് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം മുഖരിതമാക്കാം. അതുപോലെ തന്നെ ഒരു 12 മണിയോടുകൂടി എല്ലാവർക്കും പോവുകയും ചെയ്യാം കേട്ടോ. ശരി. എടുത്തിരുന്നു. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്നിട്ടേ ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ വന്ന് ഓരോരുത്തരും 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഓരോരുത്തരും വന്നിട്ട് പരിചയപ്പെടുത്തിക്കേ. മറ്റുള്ള നിങ്ങളുടെ സഹപാഠികളെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. നിങ്ങളുടെ പേര് പറയാം, ക്ലാസ് പറയാം അല്ലേ? ഓക്കെ. എടുക്കും, ഞാൻ പോരാം. ആ ബാഗ് എടുത്തിട്ട് ഇവിടെ ഇരിക്കും. കുറേ നേരം എടുക്കും. ഇങ്ങോട്ട് എൻ്റെ പേര് അഭിരാമൻ എന്നാണ്. ഞാൻ പഠിക്കുന്ന 5ാം ക്ലാസ്സിലാണ്. എൻ്റെ പേര് ഗുരുജേഷ്. ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിൽ. എൻ്റെ പേര് മുഹമ്മദ് സാദിഖ്. ഞാൻ 5ാം ക്ലാസ്സിൽ. എൻ്റെ പേര് അശ്വിനി അനിൽ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് പൂജ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് എബിൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അമൻദീപ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സനിഷ സന്തോഷ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് കെസിയ മകൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അരവിന്ദ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
പേര് അഭിമന്യുഷ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിപിൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശ്രീല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സാലിമ. ഞാൻ 5ാം ക്ലാസ്സിൽ എൻ്റെ പേര് മിനി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വൈക. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അലീഷ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അർജുൻ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ദിൽഷ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അനന്യ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ദിയ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സമന്യ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സൂര്യ കൃഷ്ണ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശിവാനി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിരാഗ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അമിത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് റാണി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിനയ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഖിലേഷ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭിനാണ്ടനി. ഞാൻ 6ാം ക്ലാസ്സിൽ. എൻ്റെ പേര് ഗോപു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഭികൃഷ്ണ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നവീൻ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അയന. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ബിജില. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അഖിൽ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നീഹിൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിഷ്ണു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സാമുവൽ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സ്വാതി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ ഇരുന്നെടുക്ക്. എൻ്റെ പേര് ശബരി കൃഷ്ണൻ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളിലൂടെയാണിത്.
അതുകൊണ്ട് ഇവിടെ പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പേര് അബിൻ രമേശ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് പൗർണമി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സായി സുഭാഷ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ഹർജിത്ത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതൊന്ന് പിടിക്കാനേ ഞാൻ പിന്നെ വന്നിട്ടോളാം കൊണ്ട്. ലളിതഗാനം ഓണല്ലേ കണ്ടുപോയോ? കറണ്ടില്ല മെയിൻ ഓഫ് ആയതാണോ നോക്കിയത്? വർക്ക് ചെയ്തുകൊണ്ട് കേരളം
അടുത്തതായി 5ാം ക്ലാസ്സിലെ അശ്വിനിയെ കവിത ചൊല്ലുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീ ഓർണിക്കുറിപ്പ് എഴുതിയ മലയാളം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത്. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവകൾ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിലും ഞാനാടി മലയാളം. മണ്ണിൽ വീണു കുരുത്തനെന്മണി വിത്തുമുള പൊട്ടി. നീരുമേരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേർപ്പു വിതച്ചവർ ഈണമായി വന്നു. അന്നു പാടിയ പാട്ടിലും ഞാനാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി. നെഞ്ചനഞ്ഞൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി. നെഞ്ചനച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേങ്കിനിയും വാക്കിലോടി വളർന്നു മലയാളം. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേങ്കിനിയും വാക്കിലോടി വളർന്നു മലയാളം. എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണമാലിക പോൽ. മുത്തു പവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണമാലിക പോൽ. താങ്ക് യു. നാടൻ പാട്ട് ആലപിക്കുന്നതിനായി 6ാം ക്ലാസ്സിലെ യദുവിനെ അഭിനയം ക്ഷണിക്കുന്നു. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നിറമല്ലേടി നിന്നെ കാണാൻ. മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു കണ്ണാടി. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു കണ്ണാടി. പാവാടപ്രായത്തിലോ നമ്മളന്ന് പാവയ്ക്ക തോട്ടത്തിലോ. പാവാടപ്രായത്തിലോ നമ്മളന്ന് പാവയ്ക്ക തോട്ടത്തിലോ. കണ്ണൻ ചിരട്ടയില് നമ്മളന്ന് മണ്ണപ്പള്ളിത്തോടല്ലേ. കണ്ണൻ ചിരട്ടയില് നമ്മളന്ന് മണ്ണപ്പള്ളിത്തോടല്ലേ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. മയക്കുറി വരച്ചു താളം തുള്ളി നടന്നവളാ. മയക്കുറി വരച്ചു താളം തുള്ളി നടന്നവളാ. മാളത്തുകൊണ്ട് മുറ്റമിട്ട് ഓടി നടന്നവളാ. മാളത്തുകൊണ്ട് മുറ്റമിട്ട് ഓടി നടന്നവളാ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. താങ്ക് യു.
തുറക്കവൾ വീണതു ചേറ്റിലാണ്. വെട്ടമൺ തിന്നവളെ തത്തച്ചുണ്ടുള്ള മാതുരുക്കേ ഇന്ത്യക്കൊരുത്തി മുറുക്കി പെരുക്കവൾ വീണതു ചേറ്റിലാണ്. തകതകത്തിനുണ്ടകത്തെയ്താര തനതിനുണ്ടകത്തെയ്താര തനതിനുണ്ടകത്തെയ്താര. അയ്യോ നടനടയേ മഴ വീണ കാലങ്ങൾ ഇതുണ്ടിരിച്ചോര പാടവരമ്പ തുറക്കില്ല പക്കമില്ലാറുമാസം. അയ്യോ നടനടയേ മഴ വീണ കാലങ്ങൾ ഇതുണ്ടിരിച്ചോര പാടവരമ്പ തുറക്കമില്ലാറുമാസം. തകതകത്തിനുണ്ടകത്തെയ്താര തനതിനുണ്ടകത്തെയ്താര താനതിനുണ്ടകത്തെയ്താര. അയ്യോ കലകളുമുള്ളൊരു നാടാണ്. കുഞ്ചൻ കുഞ്ചൻ സംസ്കാരം ചേർന്ന് പാടിയ നാടാണ്. ദൈവത്തിൻ്റെ നാടാണ്. നമ്മൾ
കൊടുക്കുന്നതും നാടാണ്. താങ്ക് യു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. കടല നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരണിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ നീ തുറക്കൂ. വേണം അടുത്തോരമ്പലം
കൽബിന്റെ കോലായി കിനാവിന്റെ മിഹ്റാബിൽ മരുപ്പറ്റി മദീനത്തെ മധുഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാത്തിൽ മദീനത്തെ മധുഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാത്തിൽ മദീനത്തെ നിലാവിന്റെ ഒളികൾ ഓരത്തോടൊഴുകിന അരുവിയും പാടി മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം ബദറിലെ പക്ഷിയാലെ അരിഞ്ഞോരു കല്ലൂതൻ മദീനത്തെ വരമ്പത്ത് തോതുന്നു മാവിൻ ഇണം ചിന്തിയ പാകിൻ താഴ്വാരം കഥന ചരിതമോർത്ത് കരയുന്നുണ്ട് ഒട്ടക കുടൽമാല കഴുത്തിന്മേലറുത്തിട്ട് കാരുണ്യ കടലായോൻ മാപ്പ് നൽകിയില്ലേ കൽബിന്റെ കോലായി കിനാവിന്റെ മിഹ്റാബിൽ മരുപ്പറ്റി മദീനത്തെ മധുഹ് പാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാതിൽ മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം തോരാത്ത മഴയത്തും മോഹത്തിൻ കണ്ണാതിൽ മദീനത്തെ നിലാവിന്റെ ഒളികൾ കൽബിന്റെ കോലായി കിനാവിന്റെ മിഹ്റാബിൽ മരുപ്പക്ഷി മദീനത്തെ മധുഹ് പാടി